ഞാൻ ബൈജു വി ജയകുമാർ, HOD ആൻഡ് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് 360 ഡിഗ്രി. നമ്മൾ ഇന്ന് മുട്ടുവേദനയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ മുട്ടുവേദന തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സെൽ റീജനറേഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു അതിനൂതനമായ ഒരു പുതിയ ചികിത്സാ രീതി ആവിഷ്കരിച്ചിട്ടുണ്ട്. സെൽ റീജനറേഷൻ തെറാപ്പിയിലൂടെ നശിച്ചു പോകുന്ന തരുണാസ്ഥികളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നശിച്ചു തുടങ്ങുന്ന ഇതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഒരു 15 മുതൽ 20 വരെ സെഷൻസ് വേണ്ടി വരും. അതിന് നല്ലൊരു റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു 3 മാസം മുതൽ 4 മാസം വരെ സമയം ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മിസസ് ജെസ്സി മാത്യു ആണ്. എനിക്കൊരു 3 വർഷങ്ങളായിട്ട് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു നേരം നടന്നു കഴിയുമ്പോൾ വേദന ഉണ്ടായിരുന്നു. അതെന്റെ ജോലിയെ തന്നെ ബാധിക്കുമായിരുന്നു. പെയിൻ കില്ലർ ഒത്തിരി കഴിച്ചു, പക്ഷെ എനിക്ക് അതിന് വ്യത്യാസം ഉണ്ടായില്ല. CR ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ബൈജു സാറിന്റെ അടുത്ത് തന്നെ വിട്ടതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്തു. അതിനുശേഷം ഞാനൊരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു. എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായി. ഇപ്പൊ എനിക്ക് എന്റെ ജോലിയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റെപ്പ് കയറാൻ സാധിക്കും. നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ നോർമലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് വാദം അഥവാ ആർത്രൈറ്റിസ്. ഇന്ന് പൊതുവെ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദമാണ് നോർമലി കാണപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ടൈപ്പ് 2 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. ഇദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ പ്രശ്നം കൊണ്ടും പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ അഥവാ സന്ധിവാദം കാണപ്പെടുന്നത്. എന്താ സന്ധിവാദത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു റീജനറേഷൻ അല്ലെങ്കിൽ റിപ്പയറിങ് എല്ലാ ഹെൽത്തി ജോയിന്റ്സിലും പ്രൊവൈഡ് ആയിട്ടുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ എന്ന കണ്ടീഷനിൽ ആ ഒരു മെക്കാനിസം അവിടെ ബോഡി ഒന്നിൽ ഫോർഗട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ബോഡിക്ക് അത് നഷ്ടമാവും. അവിടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് CRRT അഥവാ സെൽ റിപ്പയർ ആൻഡ് റീജനറേഷൻ തെറാപ്പി എന്ന അഡ്വാൻസ്ഡ് ടെക്നിക് യൂസ് ചെയ്യുന്നത്. CRRTയിലൂടെ എന്താ നമുക്ക് സാധ്യമാവുന്നതെന്ന് വെച്ചാൽ ബോഡി ഒന്നിൽ ഫോർഗട്ട് ചെയ്ത ഇമ്പൾസ് അല്ലെങ്കിൽ സെൽ റിപ്പയറിന് ആവശ്യമായ ഇമ്പൾസിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിമിക് ചെയ്യുക. അതാണ് ഈ അഡ്വാൻസ്ഡ് ടെക്നിക്കിലൂടെ നമ്മൾ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന് 10 to 50 സെക്ഷൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. വേദനരഹിതമായി ജീവിക്കാൻ സഹായിക്കുക എന്ന ദൗത്യത്തോടെ ആരംഭിച്ച റോയൽ മെഡിക്കൽ സെന്ററിന്റെ 360 സ്പൈനൽ വെൽനസ് ആൻഡ് റിഹാബിലിറ്റേഷൻ എന്നത് ഞങ്ങളുടെ ഫൗണ്ടറുടെ ബ്രെയിൻ ചൈൽഡാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കൃത്യസമയത്ത് ചികിത്സിച്ചാൽ എല്ലാ വേദനകൾക്കും ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന്? വേദന ഒരു രോഗമല്ലെന്ന് നാം മനസ്സിലാക്കണം. ശരീരത്തിൽ അസാധാരണമായി നടക്കുന്ന മറ്റെന്തെങ്കിലും അവസ്ഥയുടെ ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു ലക്ഷണമോ ആവാം വേദന. വേദനയെ ചികിത്സിക്കുന്നത് ഒരിക്കലും ദീർഘകാല പരിഹാരം കൊണ്ടുവരില്ല. കൃത്യസമയത്ത് ചികിത്സിച്ചാൽ പല വേദനകളും ശസ്ത്രക്രിയയോ മരുന്നുകളോ ഇല്ലാതെ നമുക്ക് ശരിയാക്കാം. പല അവസ്ഥകൾ കാരണം സർജറി ചെയ്യാനാവാത്ത പേഷ്യൻസ് ഉണ്ട്. അവരുടെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് സർജറി അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അവരുടെ വാതിലുകൾ നമ്മൾ അടയ്ക്കാൻ പാടില്ല. വേദന ശമനത്തിനായി ഞങ്ങളുടെ ക്ലിനിക് സന്ദർശിക്കുക. നിങ്ങളുടെ സൗജന്യ കൺസൾട്ടേഷനും വിലയിരുത്തലും ട്രയൽ സെക്ഷനും ഇപ്പോൾ ബുക്ക് ചെയ്യുക. പ്ലാന്റാർ ഫേഷ്യാറ്റിസ്, അതായത് ഉപ്പൂറ്റി വേദനയാണ് ഇന്ന് ഈ പേഷ്യൻറ്റിനുള്ളത്. കാൽക്കേനിയൻ സ്പർ തുടങ്ങിയ ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണമായ എല്ലാ പ്രശ്നങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ESWT, അതായത് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന മെഷീൻ യൂസ് ചെയ്യുന്നത്. ഷോക്ക് വേവ് അടിസ്ഥാനമാക്കിയാണ് വർക്ക് ചെയ്യുന്നത്. പ്ലാന്റാർ ഫേഷ്യാറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൻ്റെ ഏരിയയിലാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. 3 ദിവസത്തിൻ്റെ ഇടവേളകളിലാണ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് നേരത്തേക്ക് തുടർച്ചയായിട്ട്, അതായത് 200ഓളം ഷോക്ക് വേവ് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ലെയറാണ്, ആ ലെയറിന്റെ റിലാക്സേഷനാണ് ഇതുവഴി സംഭവിക്കുന്നത്. തുടർച്ചയായി ഷോക്ക് വേവ്സ് കൊടുക്കുന്ന സമയത്ത് പ്ലാന്റാർ ഫേഷ്യ റിലീസ് ആവുകയും ആ വേദനയ്ക്ക് കാരണമായ ഇൻഫ്ലമേഷൻ അത് കുറയുകയും ചെയ്യും. അക്യുലസ് ടെൻഡനൈറ്റിസ്, അതുപോലെ കാൽക്കേനിയൻ സ്പർ തുടങ്ങിയ മറ്റു പ്രശ്നങ്ങൾക്കും ESWT വളരെ ഫലപ്രദമാണ്. ഒരു 4 മുതൽ 5 സെഷൻ വരെ കൊണ്ട് തന്നെ നല്ല മാറ്റം കാണാൻ പറ്റും. പിന്നെ തുടർന്ന് വരുന്ന ഒരു 3 സെഷൻ കൊണ്ട് പ്രശ്നം പൂർണ്ണമായും മാറുന്നതുമാണ്. വേദനയോ മറ്റ് പ്രശ്നങ്ങളോ ഈ ട്രീറ്റ്മെൻറ്റിനെ തുടർന്ന് ഉണ്ടാവുകയില്ല. ഉടനെ തന്നെ നല്ല ഫലം ലഭിക്കുന്നതുമാണ്.
എൻ്റെ പേര് അജി ആർക്കർത്താണ്. ഞാൻ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. കുറെ കാലങ്ങളായിട്ട് ഞാൻ നടുവിന് വേദന ഡിസ്ക് പ്രോബ്ലമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. പല ഹോസ്പിറ്റലുകളിലും ഉള്ള ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ചെയ്തു. എൻ്റെ ബാക്ക് പെയിൻ വളരെ രൂക്ഷമാവുകയും ഞാൻ അവിടെ ലോക്കൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുകയും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകാത്തതിനെ തുടർന്ന് ഞാൻ 360 വെൽനസ് ട്രിവാൻഡ്രത്ത് സ്പൈനൽ ഡീകംപ്രഷന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയുകയും അപ്പൊ അവരെ നിർദ്ദേശിച്ചനുസരിച്ച് ഒരു 20 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് ആ ട്രീറ്റ്മെന്റ് കൊണ്ട് വളരെയധികം വ്യത്യാസം ഉണ്ടാവുകയും ആ ബാക്ക് പെയിൻ എനിക്ക് ഒരു 90% ക്യൂർ ആവുകയും കുറച്ച് ഫോളോ അപ്പും എക്സസൈസും ചെയ്തു കഴിയുമ്പോൾ ബാക്ക് പെയിൻ ഈ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി കൊണ്ട് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇവിടുത്തെ സ്റ്റാഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണ്. അവരെല്ലാം നല്ല എക്സ്പീരിയൻസ് ആണ് 360 വെൽനസിലെ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് കിട്ടിയത്. പ്രത്യേകിച്ചും ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ വളരെയധികം റിലീഫ് ഉണ്ടാവുകയും ഇറ്റ്സ് വെരി ഗുഡ്. എൻ്റെ പേര് സാജിദ്, എൻ്റെ സ്ഥലം തോന്നക്കലാണ്. ഏകദേശം 1 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടാണെങ്കിൽ വല്ലാത്തൊരു വേദന, നടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് കുമാർ പലരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്യണം എന്നുള്ളതാണ്. സർജറിയോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പലതും സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഫേസ്ബുക്കിൽ തിരുവനന്തപുരം കേശവദാസ് അടുത്തുള്ള റോയൽ ഓർത്തോ കെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയും ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടർ നോക്കിയതിനു ശേഷമാണ് കറക്റ്റ് അത് പറയുന്നത് എൻ്റെ കാലിൻ്റെ മുട്ടിന് മെനിസ്ക്യൽ ഇഞ്ചുറി ആണെന്ന് അറിയുന്നത്. ഡോക്ടറാണ് എനിക്ക് ACP ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞത്. ACP ട്രീറ്റ്മെന്റിന് ശേഷം CRRT ട്രീറ്റ്മെന്റ് വേണമെന്ന് ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത്. ഇപ്പം CRRT ഇപ്പം 10 സിറ്റിംഗാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം നിലവിൽ 5 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും 99% എൻ്റെ കാലിൻ്റെ മുട്ടിന്റെ വേദന ബെറ്ററാണ്. ഡോക്ടർ ഇതിനെപ്പറ്റി വിശദമായിട്ട് എന്നോട് പറഞ്ഞു തരികയും എൻ്റെ സംശയങ്ങൾ ഞാൻ ഒരുപാട് വട്ടം ഞാൻ ചോദിച്ചപ്പോഴും അതിന് ബെറ്റർ ആയിട്ടുള്ളൊരു മറുപടി അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. സ്റ്റാഫുകൾ എല്ലാവരും ആയിരുന്നു ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളെങ്ങനെയാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നത് ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ജീവിതത്തിലെ പല തിരക്കുകൾ കാരണവും പല അശ്രദ്ധകൾ മൂലവും പൊള്ളലേറ്റിട്ടില്ലാത്തവർ എത്ര പേരുണ്ട്? ഈ പൊള്ളലുകൾ ചെറുതു മുതൽ ജീവിതകാലവും വേദന നൽകുന്നത് വരെ ആകാം. ഇതിനൊരു പരിഹാരം തിരുവനന്തപുരം ഉള്ളൂരിലുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്നത് ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നോവൽ ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. മെയിൻ ആയിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത് വൂണ്ട് ഹീലിംഗ് ആസ്പെക്റ്റിലാണ്. സിവിയർ ബേൺസിൽ വളരെയധികം ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി യൂസ് ചെയ്യുന്നത് വഴി ഡാമേജ് ടിഷ്യൂസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. അങ്ങനെ തന്നെ ഈ ടിഷ്യൂസിന്റെ റീജനറേഷനെ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ടിഷ്യൂസിൽ വളരെയധികം ഇൻഫ്ലമേഷൻ ബേൺ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഇൻഫ്ലമേഷൻ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഒരു വലിയ അളവിൽ തന്നെ കുറയ്ക്കുന്നു. മൈക്രോ സർക്കുലേഷൻ, വളരെ ചെറിയ രക്തക്കുഴലുകൾ വഴിയുള്ള രക്തഓട്ടം ബേൺസ് പേഷ്യൻസ് HPOT ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കൂട്ടാൻ സാധിക്കും. സ്കിൻ ഗ്രാഫ്റ്റ് അഥവാ ഫ്ലാപ്പ് മുതലായ ചികിത്സാ രീതികൾ ബേൺസിന് ഉപയോഗിക്കുമ്പോൾ ഈ ഫ്ലാപ്പിലോട്ടുള്ള മൈക്രോബിയൽ ഇൻവേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. സിവിയർ ബേൺസിൽ നെർവ് ഡാമേജ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. നെർവിന്റെ റീജനറേഷൻ കൂട്ടുകയും അതിന്റെ ഡാമേജ് നെർവ്സിന്റെ അളവുകൾ കുറയ്ക്കുകയും ഇതുകൊണ്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും വഴിയെല്ലാം ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി നെർവ് ഡാമേജിനെയും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും റോയൽ വൂണ്ട് കെയർ ആൻഡ് ഹൈപ്പർബാരിക് ഓക്സിജൻ ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. എന്റെ പേര് സ്നേഹലത എന്നാണ്. ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. എനിക്കിങ്ങനെ കാലിന്റെ വേദന, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പല ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കുറവ് വന്നില്ല. ഫേസ്ബുക്കിൽ കണ്ടാണ് റോയൽ ഓർത്തോയെ സമീപിച്ചത്. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്പൈൻ ഡീകംപ്രഷൻ തെറാപ്പി എടുത്തു. അത് 20 എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 20 എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പെയിൻ എല്ലാം നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റാഫിന്റെ ഒക്കെ പെരുമാറ്റം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതും ഫിസിയോതെറാപ്പി വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്നുണ്ട്. അവര് നല്ല കെയർ തരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല കെയറിങ് ആണ്. ഇത്രയും നാളും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടില്ല, വേദന വരുന്നില്ല. കിടക്കാനും ഒക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ നിൽക്കാനും നടക്കാനും അതുപോലെ തന്നെ കിടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. റോയൽ ഓർത്തോ ട്രീറ്റ്മെന്റ് എനിക്ക് നല്ല ഫലപ്രദമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്.
നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർബാരിക് ഓക്സിജൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ 100% ഓക്സിജൻ ആണ് ഒരു പ്രഷറൈസ്ഡ് ചേംബറിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുമൂലം ഓരോ ശരീരഭാഗങ്ങളിലേക്കും എത്തുന്ന ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുകയും ഇത് പുതിയ പുതിയ രക്തക്കൊള്ളുകൾ ആ ഏരിയയിൽ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പോസ്റ്റ് സ്ട്രോക്ക് റീകവറി അഥവാ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസിലെല്ലാം ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക് പേഷ്യൻസിൽ പോസ്റ്റ് സ്ട്രോക്ക് ന്യൂറോളജിക്കൽ ഡാമേജ് വളരെ കൂടുതലാണ്. നെർവ് റീജനറേഷൻ ആണ് പോസ്റ്റ് സ്ട്രോക്ക് മാനേജ്മെന്റിൽ HPOTയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ. ഡാമേജ്ഡ് ആയിട്ടുള്ള നെർവ്സിന്റെ റീജനറേഷൻ ഫാസ്റ്റ് ആക്കുന്നു, നെർവ് എഡീമ കുറയ്ക്കുന്നു, ന്യൂറോജെനസിസ് അഥവാ പുതിയ നെർവുകളുടെ ഉൽപ്പാദനം കൂടുന്നു, ആൻജിയോജെനസിസ് അഥവാ പുതിയ ബ്ലഡ് വെസൽസിന്റെ ഫോർമേഷനും ഇതിൽ കൂടുതലായി നടക്കുന്നു. അങ്ങനെ പുതുതായി ബ്ലഡ് വെസൽസ് ഉണ്ടാവുകയും ഓക്സിജനേഷൻ ബ്രെയിൻ ടിഷ്യൂവിലോട്ട് കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രക്രിയ കൂടി ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് നോർമൽ ഹെൽത്ത് ടിഷ്യൂ കൂടുതലായി ചെയ്യുകയും അങ്ങനെ ബ്രെയിൻ ഫങ്ഷൻ നോർമൽ ആകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും റോയൽ വൂണ്ട് കെയർ ആൻഡ് ഹൈപ്പർബാരിക് ഓക്സിജൻ ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. എൻ്റെ പേര് സാം വെല്ലിംഗ്ടൺ എന്നാണ്. ഞാൻ കാര്യവട്ടത്താണ് താമസം. അപ്പോൾ എനിക്കൊരു 10 വർഷമായിട്ട് ചെറിയ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ക്ലീറോ തെറാപ്പി ചെയ്ത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കഷ്ടപ്പെടും. അങ്ങനെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയ്ക്ക് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് റോയൽ വൂണ്ട് സെന്ററിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതും ഓക്സിജൻ തെറാപ്പിയെ കുറിച്ച് ഞാൻ നെറ്റിൽ കയറി നോക്കി. സ്കാനിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റാണ് ഈ മെഷീൻ കാണുന്നത്. മെഷീനകത്ത് തന്നെ 10 ദിവസം എൻ്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയത്. വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അരമണിക്കൂർ നല്ല ഫുൾ ആയിട്ട് ഓക്സിജൻ ഞാൻ സക്ക് ചെയ്തു. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നല്ലൊരു ടീം സ്പിരിറ്റ് ഉള്ള ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. ഇനി ആരെങ്കിലും ഇത് കണക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് അഡ്വൈസ് ചെയ്തു. വെരിക്കോസിന്റെ പ്രോബ്ലം ഉണ്ട്. ഈ കാലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തൊക്കെ പോകുന്നത്. ഇതൊരിക്കലും ഡ്രൈ ആക്കാൻ വയ്ക്കരുത്. ആദ്യം വന്നപ്പോൾ നല്ല സെല്ലുലൈറ്റിസ് ആയിരുന്നു, ഫുൾ ഇൻഫെക്ഷൻ ആയിരുന്നു അകത്ത്. നമ്മുടെ ഇൻഫെക്ഷനൊക്കെ മാറി മുറിവെല്ലാം ഉണങ്ങി. ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യൽ താങ്ക്സ് ടീമിനും എല്ലാവർക്കും പറയുകയാണ്.